നമസ്കാരം, നോ എഡിറ്റിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ ഇനി മുതൽ മാംസവും മുട്ടയും പൊതുസ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് വെക്കാനാകില്ല. കൂടാതെ ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണി മുഴക്കുന്നതും വിലക്കി. മധ്യപ്രദേശിന്റെ 19ാമത് മുഖ്യമന്ത്രിയായി മോഹൻ യാദവ് അധികാരമേറ്റ് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് സർക്കാരിന്റെ ഈ തീരുമാനം വരുന്നത്. മുൻകാലങ്ങളിൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലെ BJP അജണ്ട നടപ്പാക്കാനാണ് മധ്യപ്രദേശിലെ BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കരുത് എന്നത്. കേരളം പോലെയല്ല മധ്യപ്രദേശിലെ ആരാധനാലയങ്ങൾ. ഹൈന്ദവ ആരാധനാലയങ്ങളിൽ സാധാരണ നിലയിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാറില്ല. അതേസമയം മുസ്ലിം ആരാധനാലയങ്ങളിലെ ബാങ്ക് വിളിയെയാണ് ഈ തീരുമാനം ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഷ്കളങ്കർ ഇന്ന് നമുക്കിടയിലില്ല. പൊതുനിരത്തിൽ പാലിക്കേണ്ട ഭക്ഷണ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധിയെ മുൻനിർത്തിയാണ് മോഹൻ യാദവ് ഇറച്ചിക്കും മുട്ടയ്ക്കും പൂട്ടിടുന്നതെങ്കിൽ മധ്യപ്രദേശിന്റെ നിരത്തുകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിറ്റഴിക്കുന്ന സമൂസ ചാറ്റ്, ലഹരി പാനീയങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യത്തിൽ മിണ്ടാട്ടമില്ല. BJP 2014 അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഗുജറാത്ത് മോഡൽ ഭക്ഷ്യ മേധാവിത്വം ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ സൂക്ഷ്മ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ബീഫ് കൈവശം വയ്ക്കുന്നവരെയും കഴിക്കുന്നവരെയും ആക്രമിക്കുന്നത് പ്രത്യക്ഷമായി പ്രകടമാകുമ്പോൾ സസ്യാഹാര പ്രോത്സാഹനം, മാംസാഹാരം കഴിക്കുന്നതൊരു പൈശാചിക വൃത്തിയാണെന്ന് വരുത്തി തീർക്കൽ ഇവയൊക്കെ രഹസ്യ പ്രകടനമാണ്. 2018 ഏപ്രിൽ 22 ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഒരു ട്വീറ്റ് വലിയ വിവാദമായിരുന്നു. 2 സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരാൾ മെലിഞ്ഞ വ്യക്തിയായും അടുത്തയാൾ ഭാരം കൂടിയ സ്ത്രീയായുമാണ് അവതരിപ്പിച്ചത്. മെലിഞ്ഞ വ്യക്തി സസ്യാഹാരിയാണെന്നും മറ്റേയാൾ മുട്ടയും മാംസവും കഴിക്കുന്ന വ്യക്തിയാണെന്നുമാണ് ട്വീറ്റിൽ പറഞ്ഞത്. അതിൻ്റെ അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: നല്ല പോഷകാഹാരമാണ് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ താക്കോൽ, വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ സംഭവിക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കാൻ ന്യൂക്ലിയർ സയൻസ് ഒന്നും പഠിക്കേണ്ട. മധ്യപ്രദേശ് സർക്കാർ ഇത് ആദ്യമായൊന്നും അല്ല നോൺ വെജ് ഭക്ഷണത്തിൽ പിടിയിടുന്നത്. ഉച്ചഭക്ഷണ പദ്ധതിക്ക് കീഴിൽ സ്കൂളുകളിൽ മുട്ട വിളമ്പുന്നത് എതിർത്ത സർക്കാരായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാന്റേത്. IIT ദില്ലി നടത്തിയ സർവേ പ്രകാരം മതവികാരത്തിന്റെ പേരിലാണ് മെനുവിൽ നിന്ന് മുട്ട ഒഴിവാക്കിയതെന്ന് വ്യക്തമായിരുന്നു. BJPക്ക് രാഷ്ട്രീയ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം സംഘപരിവാർ തങ്ങളുടെ ഭക്ഷണ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നവരാത്രി, രാമനവമി ദിവസങ്ങളിൽ ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഇറച്ചി വ്യാപാരികൾ ഷട്ടറുകൾ താഴ്ത്താൻ നിർബന്ധിതരായി. പോഷകാഹാരക്കുറവിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിട്ടും മധ്യപ്രദേശ് സർക്കാർ ഉച്ചഭക്ഷണ പദ്ധതിക്ക് കീഴിൽ സ്കൂളുകളിൽ മുട്ട വിളമ്പാൻ വിസമ്മതിച്ചു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കിടയിൽ പോഷകാഹാരക്കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ്. സാക്ഷരതാ നിരക്ക് 69% മാത്രമാണ്. BJP ഭരിക്കുന്ന മറ്റു ചില സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലും രസകരമാണ് കാര്യങ്ങൾ. ഗുജറാത്ത് 78%, ഉത്തർപ്രദേശ് 67% എന്നിങ്ങനെയാണ് സാക്ഷരതാ നിരക്ക്. പക്ഷേ നമ്മുടെ കേരളത്തിൽ സാക്ഷരതാ നിരക്ക് 94%. സാക്ഷരതാ നിരക്കിന്റെ കണക്കിപ്പോൾ സൂചിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം ആദ്യം പ്രാധാന്യം നൽകുന്നത് അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ഭക്ഷണത്തിൽ പിടിയിടാനാണ്. വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിച്ച് ആ തരത്തിലൊരു സാമൂഹിക അന്തരീക്ഷം നിർമ്മിച്ച് അതിൽ നിന്നും കയ്യടി വാങ്ങാനാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും ശിക്ഷയായി ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ പൊളിറ്റിക്സ് സജീവമായി നിലനിൽക്കുന്ന, മനുഷ്യരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മനുഷ്യരുടെ അടുക്കളയിൽ വരെ കടന്നു ചെല്ലുന്ന അധികാരവർഗം ഭിന്നിപ്പിക്കലിന്റെ രാഷ്ട്രീയത്തിന് വളം വെച്ച് വിളവെടുത്തുകൊണ്ടേയിരിക്കും. ഇതിനെതിരെ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.